അച്ഛ ഒരു കഥ പറഞ്ഞതാ അച്ഛ. മക്കൾ ഇപ്പൊ പോയിരുന്ന കളി അച്ഛൻ പിന്നെ കഥ പറഞ്ഞുതരാം. അന്നാൾ എല്ലാരും കൂടെ ഒരാളെ ചതിച്ച കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ, ആ കഥ മതി. ഓ ആ കഥയാണോ? ആ കഥ അലമാരയിൽ ഒരു CD ഇരിപ്പുണ്ട്, മക്കൾ അതെടുത്തിട്ട് കണ്ടാ മതി. അതെ, അത് CD. നിന്റെ അമ്മയുടെ ആൾക്കാരെല്ലാരും കൂടെ എന്നെ ചതിച്ച് കെട്ടിച്ച കഥ. അച്ഛ കഥ പറഞ്ഞതാ അച്ഛ. അപ്പൊ അച്ഛൻ ഒരു കടം കഥ പറഞ്ഞുതരാം. കടം കഥ വേണ്ട. അതെന്തു? അച്ഛന്റെ കടം കയറിയ കഥ അമ്മ എനിക്ക് പറഞ്ഞു തന്നു. അത് അവള് പറഞ്ഞ് നാറ്റിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ മോക്കൊരു അടിപൊളി കഥ പറഞ്ഞുതരാം. ഒരു രാജകുമാരി ഒരിടത്തൊരു സ്വർണ്ണ കമ്മലിട്ട കഥ. ആ കഥ വേണ്ട. അതെന്ത്? അച്ഛൻ എന്നാളിൽ ഒരു മാലയുടെ കഥ പറഞ്ഞു തന്നില്ലേ, എന്നിട്ട് എന്റെ മാല ഇതുവരെയ്ക്ക് പണയത്തിന്ന് എടുത്തില്ലല്ലേ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ നടന്ന കഥ പറഞ്ഞുതരാം. ഒരിടത്തൊരു മൊയ്തീൻ ഉണ്ടായിരുന്നു, ഒരു കാഞ്ചനമാലയും. ആ കഥ പറഞ്ഞുതരാം. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിന്റെ സ്പൂഫുമായി ടീം കോമഡി കമ്പനി. ഹലോ, കാഞ്ചനമാല ആരെയാണ് ഈ നോക്കുന്നത്? എന്റെ ജീവന്, എന്റെ മൊയ്തീന്. ആരെങ്കിലും ഒരാളുടെ പേര് പറയും, ഒന്നീ ജീവന അല്ലെങ്കിൽ മൊയ്തീന്, ഏതെങ്കിലും ഒരു പേര് പറയും. അയ്യോ അതല്ല, എന്റെ ജീവന്റെ ജീവനായ മൊയ്തീന്. ഓഹോ, ഇതാണ് എന്റെ മൊയ്തീൻ. ആരെയും പേടിയില്ലാത്ത നാടിന്റെ വില്ലാളി വീരൻ എന്റെ മൊയ്തീൻ. എൻട്രി പഞ്ച് എന്നെ നശിപ്പിക്കല്ലേ. രക്ഷപ്പെട്ട് ഇന്ന് ബാപ്പാന്റെ ചീത്തോളി കേൾക്കണ്ട, ആടിനുള്ള തീറ്റയായി. നീ പറ മൊയ്തീനെ. സുന്ദരി. എന്തോ സുന്ദരി എന്തോ? ഞാൻ നിന്നെ എപ്പോ കണ്ടാലും മുഖത്ത് നോക്കി സുന്ദരി എന്നല്ലേ വിളിക്കുന്നത്? നീ എന്താ എന്നെ ഇപ്പൊ മുഖത്ത് നോക്കി സുന്ദരാന്ന് വിളിക്കാത്തത്? അതെന്താന്നറിയോ മൊയ്തീനെ, ഒരാളുടെ മുഖത്ത് നോക്കി എത്രയാന്ന് വെച്ചിട്ടാ കള്ളം പറയുന്നേ. അത് ശരിയാ. അയ്യോ പിണങ്ങല്ലേന്ന്. പിണങ്ങിയതല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ തന്ന ലെറ്ററിന്റെ മറുപടി നീ ഇതുവരെ തന്നില്ല. അതെന്താന്നറിയോ? എന്താ? നമ്മള് തമ്മിൽ കത്തെഴുതുമ്പോ ഒരു രഹസ്യ കോഡില്ലേ, മറ്റാരും അറിയാതിരിക്കാൻ. അതിലെനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. എല്ലാം ഞാൻ നിന്നെ പഠിപ്പിച്ചു തന്നല്ലേ, ഏതാ മനസ്സിലാവാത്തത്? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാണില്ലേ ഈ മായാവി ഉണ്ടാ, ഇതിന്റെ ലുട്ടൂസന്റെ കുന്തത്തിന്റെ അടിയിൽ എന്തിനാ വരിയിട്ടേക്കണേ? നമ്മൾ തമ്മിലുള്ള ബന്ധം വീട്ടിലറിഞ്ഞ് ബാപ്പ എന്നെ കുന്തം കൊണ്ട് പ്രശ്നത്തിൽ കുത്തി എന്ന് കാണിക്കാൻ വേണ്ടിയാ. ബാപ്പ കുത്തിയെടുത്ത് തന്നെ നീ തട്ടിയല്ലേ. അയ്യോ സോറി, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാ. വേറെ ഉണ്ട്, ഈ ജമ്പന്റെയും തുമ്പന്റെ ഇടയിൽ ഇങ്ങനെ പട്ടിയില്ലേ, ആ പട്ടിയുടെ അടിയിൽ എന്തിനാ വരിയിട്ടേക്കുന്നേ? ഈ ബന്ധം അറിഞ്ഞതിന് ശേഷം എനിക്ക് വീട്ടിലൊരു പട്ടിയുടെ വില പോലും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാ ബാപ്പാടെ കുന്തം. അതെ, ഈ പാപ്പ കുന്തം കൊണ്ട് കുത്തിയിട്ട് ഇപ്പോഴും ഇരിക്കാൻ പറ്റിയിട്ടില്ലേ? പറ്റിയിട്ടില്ലെന്ന് നിനക്ക് കേൾക്കണോ കാഞ്ചനമാല? ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാ വന്നത്. അതിനകത്ത് ഒരാൾ പോലും ഇല്ലായിരുന്നു, സീറ്റ് എല്ലാം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ നിന്നാ വന്നത്. ആ കണ്ടക്ടർ തെണ്ടി വന്ന് ബലമായി പിടിച്ചെന്നെ ഒരു സീറ്റിലിരുത്തി. ഓരോ കട്ടറ് വീഴുമ്പോഴും ഞാൻ എന്റെ ബാപ്പാടെ കുന്തത്തെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരുന്നു. എനിക്കറിയാം, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എന്നോട് ഒരു ഇഷ്ടമല്ല. കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വന്നില്ലല്ലോ. അയ്യോ കാഞ്ചനമാല, അങ്ങനെ പറയരുത്. നിന്റെ പാദസ്പർശമേറ്റ ഓരോ പിടി മണ്ണും ഞാൻ എപ്പോഴും വാരി പോക്കറ്റിൽ നിറയ്ക്കും. അതുകൊണ്ട് വീട്ടിൽ സൂക്ഷിക്കും. അങ്ങനെ മണ്ണ് സൂക്ഷിച്ച് മണ്ണ് കള്ളക്കടത്തെന്ന് പറഞ്ഞ് പോലീസ് എന്നെ പിടിച്ച് ഒരാഴ്ച ജയിലിട്ടേക്കായിരുന്നു. അതാ കാണാൻ വരാതിരുന്നത്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഒരു മിഠായി എങ്കിലും മൊയ്തീൻ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? എന്റെ കാഞ്ചനമാലയ്ക്ക് എന്താ വേണ്ടത്? ഈ മൊയ്തീൻ മേടിച്ചു തരും. ഞാൻ എന്ത് പറഞ്ഞാലും മേടിച്ചു തരും. എന്ത് പറഞ്ഞാലും മേടിച്ചു തരും. സത്യം. അമ്പിളിയമ്മാവനാണോ ഇപ്പൊ പിടിച്ചു തരും? ഞാൻ അമ്പിളിയമ്മാവനെ വേണ്ട. ഭാഗ്യം രക്ഷപ്പെട്ട്. എന്ന് ഞാൻ പറയട്ടെ ലിസ്റ്റ്. പറഞ്ഞു. അന്നാ എനിക്കൊരു കുഴിമന്തി, സാൻഡ്വിച്ച്, ഐസ്ക്രീം, ഷാർജ ഷേക്ക്, അങ്ങനെ ഇങ്ങനെ തിന്നാനുള്ള എല്ലാ സാധനവും ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ കൈയിട്ട് വാരി തിന്നണം. മുതലെടുക്കണേയാണ് കാഞ്ചനമാല. മൊയ്തീനെ, എനിക്കറിയാൻ എന്നെ ഇഷ്ടമല്ലാന്ന്. അയ്യോ കാഞ്ചനമാല എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞോണ്ട് എന്നിട്ട് കാര്യമില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്റെ വീട്ടിൽ അറിഞ്ഞേക്കാം. എന്തു പറ്റി? ഇത് നിന്റെ വീട്ടിലെ കുന്തത്തിനുള്ള ഞാൻ കുത്തുകൊള്ളണമല്ലോ. ഇങ്ങനെ തമാശ പറഞ്ഞോണ്ട് നിക്കല്ലേ. നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഇനി ഒരേ ഒരു മാർഗമുള്ളൂ. എന്ത് മാർഗം? മൊയ്തീൻ എന്നെ എടുത്തോണ്ട് ഈ അറബിക്കടലിൽ കടന്ന് അങ്ങ് അക്കരെ പോണം. കാഞ്ചനമാല, എന്റെ പേര് മൊയ്തീൻ എന്നാ, അല്ലാതെ നെയ്മീൻ എന്നല്ല. ഒരു കാര്യം പറഞ്ഞാ പോലെ തമാശയായിട്ട് എടുക്കണേ. എന്റെ കാഞ്ചനമാല, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇലവളഞ്ഞു പുള എന്താണ്?
പുഴ. ഇലവളഞ്ഞി. മൊയ്തീനെ ഒരു മിനിറ്റ്, മര്യാദക്ക് ചെയ്യണം കേട്ടല്ലേ. ഇലവഴിഞ്ഞി പുഴ. ഈ ഇലവളഞ്ഞി പുഴ. മൊയ്തീൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു മിനിറ്റ്. ദൈവമേ, വില കളയല്ലേ. ഇലവളഞ്ഞി പുഴ. ഒരു സാധനം ഞാൻ തിന്നാൻ തരൂല കേട്ടല്ലേ. ഇലവഴഞ്ഞി പുഴ. കറക്റ്റ്. ഇലവഴഞ്ഞി പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ എൻ്റെ കാഞ്ചനമാല അറബിക്കുള്ളത്. അല്ല, അങ്ങനല്ല. ഈ അറബിക്കടലിൽ നിന്ന് തോണി കൊണ്ട് കടവത്ത് കുത്തിയിട്ട് ഞാനാണെങ്കിൽ കടവത്ത് പോയിട്ട് പോയി എന്റെ കയ്യിൽ നിന്നെല്ലാം പോയല്ലേ ദൈവമേ. എന്ത് ചെയ്യും ഞാനിനി? ഈ സമയത്ത് ഇവരുടെ സ്നേഹബന്ധം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഇവർ സ്വന്തമായിട്ടൊരു ഭാഷ പോലും ഉണ്ടാക്കി. നിമ്ര, സിറ്റ, വേ. ഇത് പഴയ സിനിമയാണ്. പുതിയ പാട്ടെടുത്ത് ഉണ്ടാക്കിയുണ്ടോ? ഇറങ്ങി മാഞ്ചനകാലേ. അയ്യോ, എന്റെ രഹോസരൻ. ആര്? രഹോസരൻ. നീങ്ങ വാ, ഇവിടെ എന്ന് പറ. അയ്യോ, എന്റെ സഹോദരൻ. കറക്റ്റായി. ഇവിടെ ഒന്ന് പറഞ്ഞാൽ തെറ്റിದ್ದല്ല ശരിയായിട്ട് പറയാൻ പറ്റും. ആരെന്താ പറഞ്ഞത്? എന്റെ സഹോദരൻ വരുന്നത്. നീ പൊക്കോ, ഓടിപ്പൊക്കോ. നടക്കില്ല 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 നടക്കില്ല. നീ കുറെ നേരം നടക്കില്ല എന്ന് പറഞ്ഞ് നടന്ന് നിന്റെ ചെരുപ്പ് തേഞ്ഞ് പട്ടിയുടെ നാക്ക് കണക്കായി. ഞാൻ പൊന്നെ പോറ്റി വളർത്തുന്ന എന്റെ പെങ്ങളാ. പെങ്ങളെ വളർത്തുന്നതോ വല്ല എഞ്ചിനീയറായിട്ടോ ഡോക്ടറായിട്ടോ വളർത്ത്, പോറ്റിയായിട്ടോ വളർത്തരുത്. അതല്ല, നീ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഇതുവരെ ഞാൻ വിഷയത്തെ വ്യതിചരിച്ചിട്ടില്ല, അറിയാലോ. അതല്ലെന്ന്, നീ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. മാറിപ്പോകുന്നു എനിക്കറിയാലോ. ഞാൻ കളറിപ്പയറ്റ്, കുമ്പു, ജൂഡോ, കരോട്ട ഇതൊക്കെ പഠിച്ചിട്ടുള്ള വളർത്തന. എന്നിട്ട് നിനക്ക് നിന്റെ ഭാര്യയെ പേടിയല്ലേ? അത് വേറൊന്നും കൊണ്ടല്ല. അടി ഒന്നാ തടുക്കാം, വെട്ട് ഒന്നാ തടുക്കാം, ചായയിൽ വിമ്മിട്ടൊന്നാ തടുക്കാൻ പറ്റില്ല. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. പിന്നെ നീ എന്റെ പെങ്ങളെ പറയാൻ നടന്ന എന്റെ തറവാടിന്റെ മാനം കളന്നാൽ നിന്റെ വീട്ടിൽ കയറി നിന്നെ ഞാൻ വെട്ടും. നിന്റെ ഒരു ചെവി ചെറുതാടേ. ഇടത്താ വലത്താ? ദാണ്ടെ ഇടത്തെ ചെവി. അതെന്താ പറയാ സംഭവം, പണ്ട് അമ്മ കുളിപ്പിക്കുമ്പോണ്ടല്ലേ നോക്കൂല, അവര് നെല്ലിന്റെ മയിലിന്റെ ഒക്കെ പറയാൻ നടക്കും. രണ്ടും ഒരുപോലെ തേച്ച് കഴിവിയാലല്ലേ അത് വൃത്തിയാവും. ഒരു ചെവി മാത്രം തള്ള പിടിച്ചിട്ട് അത് അവർ താല്പര്യമില്ല. എങ്ങനെ കാണെങ്കിലും നിന്റെ പെങ്ങളെ ചെവി അടിപൊളി. ഞാൻ പെങ്ങളെ കാര്യം പറയാനാണ് വന്നത്. ഇനി എന്റെ പെങ്ങളെ പറയാൻ നടന്ന വെട്ടി നിന്നെ തുണ്ടാന്നുണ്ട് നോക്കും. നീ മുടി വെട്ടാത്തത്? നീ കുറെ നേരം കൊണ്ട് വിഷയം മാറ്റില്ല. നോക്കിയോ, നിന്നെ ഇതാ കൈ കിട്ടിയ നീ എന്നെ പെങ്ങളെ പിറകെ. ഇതൊന്നും അല്ലായിരുന്നു പ്രശ്നം, മൊയ്തീന്റെ വീട്ടിലായിരുന്നു പ്രശ്നം. റബ്ബില്ലാലമിനായ തമ്പുരാനെ, ഞമ്മക്കൊന്നും കാണാൻ പറ്റല്ലോ. ആരാണ് ഇവിടെ കിടന്ന് തൊള്ള കീറി ചാകണത്? തട്ടം മോന്തക്കെന്ന് എടുത്തിട്ട് നോക്കണം, എന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. നിങ്ങള് കാര്യം എന്താന്ന് വെച്ചാ പറയും മനുഷ്യ. നമ്മുടെ മൊയ്തീനും കൊച്ചാട്ട പെണ്ണുമായിട്ട് മുഹബത്തിലാണ്. അവര് കിതാബ് കൈമാറിയിരിക്കണ്. നിങ്ങള് പറയണ സത്യാണെങ്കിൽ ഇന്ന് ഞമ്മളവര് തല്ലി കൊല്ലും. ഇറങ്ങി പോടാ നമുക്ക്. കണ്ട അവനിപ്പോ പൊരക്കാത്തിരുന്ന് ആരാണ്ടൊക്കെ ഉമ്മ കൊടുത്തോണ്ടിരിക്കാണ്. അത് ഉമ്മ കൊടുത്തല്ല മനുഷ്യ, അവ ഇന്നെ വിളിച്ചതാണ്. ഇതെന്താ DTS ചീത്ത വിളി? കാര്യം പറയുന്നു. ഇങ്ങോട്ട് മാറിയുന്ന ഞമ്മളെല്ലാം അറിഞ്ഞു. ഇനി നീ കൊച്ചാട്ട പൊണ്ണിന്റെ പുറകെ നടന്നു കഴിഞ്ഞാ ഞമ്മന്റെ സ്വഭാവം മാറും. അറുത്താളാ നിന്നെ. വേണ്ട, കാല് പിടിച്ച് മാപ്പ് പറയണ്ട, ഞമ്മൾ ക്ഷമിക്കൂല. മാപ്പ് പറഞ്ഞല്ല, എന്റെ ചെരുപ്പാ ബാപ്പ ഇട്ടേക്കുന്നത്. അത് അതല്ലാന്ന് നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വല്യം എന്ന് കറക്റ്റായിട്ട് പറ. ഈ വല്യം എന്റെ കുഴപ്പം ബാപ്പാക്കും ഉണ്ട്.
എന്റെ പൊന്നു ബാപ്പ ഇതൊക്കെ പറയാൻ വേണ്ടി നല്ല പേരിട്ടുണ്ട്. വിഷ്ണു ഭവൻ, സോമന്റെ വീട്, അസീസിന്റെ ഭവൻ എന്ന് കിട്ടൂടായിരുന്ന. അപ്പൊ ഇതൊരു വല്ലാത്ത ഹലാക്കിലെ പേരായി പോയി. പിന്നല്ലാതെ ഈ പേര് കാരണം എന്റെ പേര് ഒരു കേസ് വരുണ്ടറിയോ? ആധാർ കാർഡ് എടുക്കാൻ ചെന്നപ്പോ അഡ്രസ് പറഞ്ഞപ്പം അയാളുടെ മുഖത്ത് തുപ്പി എന്ന് പറഞ്ഞ് അയാൾ എന്റെ പേര് കേസ് കൊടുത്തു. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നമുക്ക് ആ പേരൊന്നും വേണ്ട, ഈ വീട് അത് മതി. ഈ വീട് അങ്ങനെയാണെങ്കിൽ ഈ വീടിനൊരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു കുളിച്ച് നീ ആ പൊന്നിന്റെ പുറകിന് പോയി കഴിഞ്ഞാ നമ്മന്റെ പൊന്നോ പണമോ സ്വത്തോ ഒന്നും നിനക്ക് നമ്മൾ തരൂല. വാശിയാണ് ഭാഷയാണ്. എനിക്ക് ബാപ്പാടെ മോനെ ഞാനും, എനിക്കും ഭാഷയുണ്ട്. എനിക്ക് നിങ്ങളെ പൊന്നും പണവും സ്വത്തും ഒരു കോപ്പും വേണ്ട. ഈട്ടിരിക്കണ നിക്കറ് വരെ ബാപ്പാന്റെതാണ്. അത് ഓർത്തിട്ട് വേണം ഡയലോഗ് അടിക്കാൻ. ഓനിട്ടിരിക്കണ ഇക്കറിന് വരെ നിങ്ങള് കണക്ക് പറയാണോ? നിക്കറ് കളഞ്ഞാലും അളന്ന് കളയണമെന്നാണ്. മെയ്തീനെ നമ്മളൊരു കാര്യം പറയാം, നമ്മൾ പറഞ്ഞത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ എന്റെ മോനല്ല. അത് പറഞ്ഞപ്പോ എന്താടി അനക്കൊരു പരിങ്ങല്? റിയലി ഹിമാർ അവിടുന്ന് ഇനി നീ ഓളെ കാണൂല, മിണ്ടൂല, സംസാരിക്കൂല ഉപ്പാക്ക് വാക്ക് കൊടുക്കടാ. വാക്കാണ് ഏറ്റവും വലിയ സത്യം. അപ്പാ നിങ്ങൾ മരിക്കുമ്പോ നിങ്ങളെ മയ്യത്ത് കട്ടിൽ ഒറ്റക്കാല് പിടിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒറ്റക്കാലിലുള്ള കട്ടിലേക്ക് കിടക്കാൻ നമ്മളാരും മുതുകാടാ. മുതുകാടല്ല, നിങ്ങൾ മുതുകാലനാ. ഒരു കാര്യം കേട്ട, നമ്മൾ ആ കട്ടിലിൽ കിടന്ന് പെട്രോൾ തലയെ കൂടെ ഒഴിച്ച് കത്തിച്ചങ്ങ് ചാരമായാലാ. അമ്മ പറഞ്ഞത് കേട്ടാ പാപ്പ, അങ്ങനൊന്നും പറയരുത് കേട്ടാ. നിങ്ങളല്ലേ പറഞ്ഞ ഓ നിങ്ങളോട് സ്നേഹമില്ലെന്ന്. ഇപ്പൊ ഓന്റെ സ്നേഹം നിങ്ങൾ കണ്ട. സ്നേഹം കൊണ്ടല്ല, പിന്നെ ബാപ്പ കട്ടിലിൽ കിടന്ന് പെട്രോൾ ഒഴിച്ച് കത്തി ചാമ്പലായ പിന്നെ നമ്മൾ ഏത് മയ്യത്ത് കയറ്റിന്റെ കാല് പൊക്കും? നമ്മൾ ബാപ്പാക്ക് ബാക്ക് കൊടുത്തതല്ലേ മയ്യത്ത് കയറ്റിന്റെ കാല് പൊക്കാന്ന്. ഉമ്മ, ബാക്കാണ് ഏറ്റവും വലിയ സത്യം. സ്വന്തം ബാപ്പാനെ കൊല്ലാൻ നടക്കണ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൊറ്റാട്ടിലെ അപ്പു കാഞ്ചനമാലയെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. കാഞ്ചന, ഒരു ത്യാഗം ചെയ്യാനോ ഒരു ധർമ്മകല്യാണം കഴിക്കാനല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഉള്ളുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. നിന്റെ സ്വത്തോ പണമോ കണ്ടിട്ടൊന്നുമല്ല. അതുപോട്ട് ആ തിയേറ്ററും അമ്പസിന്റെ പേരുടെ നിന്റെ പേര് തന്നെ. അതെന്റെ പേര് തന്നെ. അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത്. സ്വത്തോ പണമോ കണ്ടിട്ടല്ല നിന്നെ ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഇഷ്ടം അതാണ് എനിക്ക് വലുത്. നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു കാഞ്ചന, സ്നേഹിക്കുന്നു. ഞാൻ അറിഞ്ഞില്ല അപ്പോട്ട. അപ്പോട്ടൻ എന്നെ സ്നേഹിക്കുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പോട്ട. ഇനി അപ്പോട്ടിന് വേണ്ടി എനിക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. എന്താ? എനിക്ക് മൊയ്തീനുണ്ടാവുന്ന കുഞ്ഞിന് ഞാൻ അപ്പോട്ടന്റെ പേരിടും. എന്തിനാ കാഞ്ചന വല്ലവന്റെ ട്രോഫിയിൽ എന്റെ പേര് കൊത്തി വയ്ക്കണത്? കാഞ്ചന, നിനക്ക് തരാൻ വേണ്ടി ഞാനൊരു മുദ്രമോതിരം വാങ്ങി വെച്ചിരുന്നു. അതിനി എന്റെ കയ്യിൽ വെച്ചിട്ട് എന്തിനാ? ഇതാ എന്റെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് വേണ്ട അപ്പോട്ട. അപ്പോട്ടൻ തന്നെ എന്റെ കയ്യിൽ ഇട്ട് തന്നാ മതി. എന്താ അപ്പോട്ട? ഇതറിഞ്ഞിരുന്ന ഒരു അരഞ്ഞാനം മേടിച്ചോണ്ട് വന്നാനെ. അപ്പോട്ടനറിയോ, അപ്പോട്ടൻ എന്നെ സ്നേഹിക്കണേക്കാളും 10 ഇരട്ടിയായി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേലും ഒരു 10,000 ഇരട്ടിയായി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് കണക്കിൽ വലിയ പിടിയില്ല. അപ്പൊ ഞാൻ കൂട്ടിക്കോട്ടെ. എത്ര പറഞ്ഞാൽ അപ്പോട്ടൻ എന്നെ സ്നേഹിക്കണേക്കാളും ഒരു 10 ഇരട്ടിയായി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. 10 × 10 അപ്പോട്ടൻ പറ. അപ്പോട്ടെ തരാനോ? അപ്പോട്ടൻ പറ. പറയാം, കൂട്ടിക്കോട്ടെ. 10 × 10 × 10 10 20 20. മൊയ്തീൻ എത്ര സഹിക്കുന്നു പറയാം? 10,000 ഇരട്ടിയായി മൊയ്തീൻ എന്നെ 10,000 വലിയ കണക്കാണല്ലോ ഇത്. 10,000 × 10 പറയാൻ നോക്കരുത്. അപ്പോട്ടൻ പറ. എന്റെ കൊച്ചിന് ഞാൻ പറഞ്ഞ കണക്കിന് എന്ത് ചെയ്യും? ഒരു കാര്യം, ഞാൻ കാൽക്കുലേറ്റർ എടുത്തോണ്ടല്ലോ ഇവിടെ നിൽക്കുവോ? അയ്യോ എടാ എന്റെ ഞാൻ പറഞ്ഞു കാൽക്കുലേറ്റർ എടുത്തോണ്ടോ കേട്ടോ. പറഞ്ഞു പറ ഉല്ലാസം ഒന്ന് പറഞ്ഞു പറ. കാഞ്ചനമാല, എന്തായാലും നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും. ഞാനൊരു തീരുമാനം എടുത്തു. നമുക്ക് രണ്ടും പാസ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വാങ്ങാൻ പോവാണ്. അത് വാങ്ങി നമുക്ക് ദുബൈയിലേക്ക് പോകാം. അവിടെ ആകുമ്പോൾ നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കാൻ ആരും ഉണ്ടാവില്ല. അതെന്താ മൊയ്തീനെ? അവിടെ കുടുംബശ്രീ ഇല്ല. അതുകൊണ്ട് ഞാൻ പോയി പാസ്പോർട്ട് മേടിച്ചിട്ട് ഞാനും വരട്ടെ കടവരെ. അങ്ങനെ ഇവരുടെ സ്നേഹബന്ധം ഈ നാട് മൊത്തം അറിഞ്ഞു. അങ്ങനെ കാഞ്ചനമാലയും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി മൊയ്തീൻ പാസ്പോർട്ടുമായിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് പ്രളയത്തിൽപ്പെട്ട് മൊയ്തീൻ അങ്ങ് മരിച്ചുപോയി. ഇപ്പോഴായിരുന്നെങ്കിൽ മൊയ്തീനെ രക്ഷപ്പെടുത്തായിരുന്നല്ലേ അച്ഛാ? അയ്യോ, അതെങ്ങനെ? മത്സ്യത്തൊഴിലാളികൾ വന്ന് രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ.